السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, സഹോദരികളെ, എൻ്റെ സൗണ്ട് എല്ലാവർക്കും കേൾക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കാം. ശബ്ദം ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. അടിസ്ഥാനപരമായി മനുഷ്യൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്. അത് നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. ആദം നബി അലൈഹി സ്വലാമിന്റെ സൃഷ്ടിപ്പ് മുതൽ വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ എന്ന് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് നമുക്കൊക്കെ പരിചയമുണ്ട്. പ്രത്യേകതരം കളിമണ്ണിൽ നിന്ന്, മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിൽ നിന്ന് എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബേസിക്കലി നമ്മൾ വരുന്നത് മണ്ണിൽ നിന്നാണെന്നർത്ഥം. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. നമുക്ക് പരിചയമുള്ള വേറൊരു വാക്യമാണ്. ഇതിൽ നിന്നാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ഈ മണ്ണിൽ നിന്നാണ്, ഭൂമിയിൽ നിന്നാണ്. അപ്പൊ അതിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും. ഇവിടെ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് സത്യത്തിൽ നശിച്ചു പോകാനുള്ള, മാൻ ഈസ് മോർട്ടൽ എന്ന് ഇംഗ്ലീഷിൽ സാധാരണ പറയാറുള്ള ഒരു പഴമൊഴിയുണ്ട്. അതൊരു ആപ്തവാക്യമാണ്. മാൻ ഈസ് മോർട്ടൽ. മനുഷ്യൻ നശ്വരനാണ് എന്ന് പറഞ്ഞാൽ നശിച്ചു പോകേണ്ടതാണ്. ഈ ബോഡി ഒന്നുമല്ല എന്നർത്ഥം. ബട്ട് ഹിസ് സോൾ ഈസ് ഇമ്മോർട്ടൽ. അതിന് നേരെ വിപരീതമാണ്. പക്ഷെ അവന്റെ ആത്മാവ് അനശ്വരമാണ്. ഒരു കൂട്ടിൽ ഒരു പക്ഷി ഇരിക്കുന്നത് പോലെ ആത്മാവിന് ഇരിക്കാനുള്ള ഒരു കൂട് മാത്രമാണ് ശരിക്കുന്നത് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ. അത്രേ ഉള്ളൂ. മരണം എന്ന് പറയുന്നത് ഈ പക്ഷിയാകുന്ന ആത്മാവ് അതിന്റെ കൂടാകുന്ന ശരീരം വിട്ടു പോവാണ്. പിന്നെ ആ ശരീരം ഒന്നുമല്ല. സാധാരണ മരണത്തിന് കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട്. ഇറ്റ് ഈസ് എ സെപ്പറേഷൻ ഓഫ് സോൾ ഫ്രം ദ ബോഡി എന്ന് നമുക്ക് പറയാൻ കഴിയും. ഡെത്ത് ഈസ് ദ സെപ്പറേഷൻ ഓഫ് സോൾ ഫ്രം ദ ബോഡി. ശരീരത്തിൽ നിന്ന് ആത്മാവിന്റെ വേർപാടാണ് മരണം. അവ രണ്ടും രണ്ടായി. അപ്പൊ രണ്ടും രണ്ടായി. അപ്പൊ ഇത് രണ്ടും രണ്ട് തന്നെയാണെന്നും രണ്ടിനെയും പരിഗണിക്കേണ്ടത് രണ്ട് രൂപത്തിലാണെന്നും ഇസ്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സാധാരണ ഈ മണ്ണിന്റെ ചട്ടിയിലൊക്കെ സാമൂഹ്യ ശാസ്ത്രപരമായൊരു നിരീക്ഷണമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മൺചട്ടിയിൽ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതുമൊക്കെ മനുഷ്യർ ഇഷ്ടപ്പെടുന്നു, നന്നായി ഇഷ്ടപ്പെടുന്നു. അത് മണ്ണുമായുള്ള അവന്റെ ബന്ധമാണെന്നാണ്. പുതുമഴ പെയ്യുന്ന സമയത്ത് ഈ മണ്ണിൽ പുതുമഴയുടെ തുള്ളികൾ പതിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു ഗന്ധമുണ്ട്. നമുക്കത് ഇഷ്ടമാണ്. മനുഷ്യൻ മണ്ണിന്റെ അങ്ങനെയുള്ള
സ്വഭാവ ഗുണങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ വിശപ്പ്, ദാഹം, ദേഷ്യം, കാമം ഇതേപോലെയുള്ള വികാരങ്ങളൊക്കെ മണ്ണിന്റെ ഗുണങ്ങളായിട്ടാണ് സത്യത്തിൽ സാമൂഹ്യ ശാസ്ത്ര നിരീക്ഷണത്തിൽ പറയുന്നത്. നേരെ മറിച്ച് സ്നേഹം, കരുണ, ദയ ഇങ്ങനെയുള്ള ഉദാരമനസ്കത ഇതൊക്കെ ആത്മാവുമായി ബന്ധപ്പെട്ട, മനസ്സുമായി ബന്ധപ്പെട്ട ഗുണങ്ങളാണ്. അപ്പൊ ഇത് മനുഷ്യനിൽ മണ്ണിന്റെ ഗുണങ്ങളുമുണ്ട്, അതേപോലെ തന്നെ ആത്മാവിന്റെ ഗുണങ്ങളുമുണ്ട്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. വേണമെങ്കിൽ മനുഷ്യന് വിശുദ്ധ ഖുർആന്റെ ആശയ താല്പര്യം തന്നെയാണത്. മനുഷ്യന് മലക്കുകളെക്കാളും ഉയരാൻ കഴിയും എന്ന് പറഞ്ഞാൽ ആത്മീയമായി ഉയർന്ന് തെറ്റുകൾ ചെയ്യാത്ത, കുറ്റങ്ങൾ പ്രവർത്തിക്കാത്ത പരിശുദ്ധന്മാരായ ആത്മീയമായി ഉന്നതി പ്രാപിച്ച ആളുകളാകുവാൻ കഴിയും. നേരെ ഓപ്പോസിറ്റോ ഈ മണ്ണിന്റെ ഗുണങ്ങളിലേക്ക് അതപ്പതിച്ച് മൃഗങ്ങളെക്കാൾ കമതലിൽ ഹിമാർ, കഴുതകളെപ്പോലെ എന്ന് പറഞ്ഞില്ലേ ഗ്രന്ഥം ചുമന്നിട്ടും അത് വായിക്കാത്ത ആളുകളെ കുറിച്ച്, അതേപോലെ അല്ലെങ്കിൽ ആ മൃഗങ്ങളെക്കാൾ അതപ്പതിക്കുന്ന സ്വഭാവത്തിലേക്ക് പോകുവാനും കഴിയും. അപ്പൊ ഒന്നാമത് പറഞ്ഞതിൽ ഉയർന്നു വരുന്നത് ആത്മീയമായ മണ്ണിന്റെ സ്വഭാവങ്ങളാണ്. ഇപ്പൊ നമ്മള് പിന്നെ പൊതുവെ നമ്മുടെ ഒരു ദിവസത്തെ അധ്വാനവും പ്രവർത്തനവും നമ്മുടെ ചിന്തയും നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അധ്വാനത്തിന്റെയും ചിന്തയും ഒക്കെ 90% അതിന്റെ 90% നമ്മൾ ഉപയോഗിക്കുന്നത് ശാരീരികമായ ഈ പുറന്തോടിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്. വെറും 10% മാത്രമേ ആത്മാവിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. സത്യത്തിൽ അനശ്വരമായത് ഏതാണ്? ആത്മാവാണ്. അപ്പൊ നശിച്ചു പോകുന്ന ശരീരത്തെ മോടി കൂട്ടുവാനും അതിനെ മിനുക്കുവാനും, ഇപ്പൊ കമ്പോളങ്ങളിൽ ഏറ്റവും കൂടുതൽ വാങ്ങിക്കാൻ കിട്ടുന്ന കോസ്മെറ്റിക്സ്, സ്പ്രേ, പൗഡർ, അലങ്കാര വസ്ത്രങ്ങൾ ഇതൊന്നും ആത്മാവിനുള്ളതല്ലോ. ഇതൊക്കെ എന്തിനുള്ളതാണ്? ഇതൊക്കെ ശാരീരികമായ ആവശ്യങ്ങളെ നിവർത്തിക്കാനുള്ളതാണ്. സ്പ്രേ അടിച്ചതുകൊണ്ടോ സുഗന്ധങ്ങൾ പൂശിയതുകൊണ്ടോ പൗഡർ ഇട്ടതുകൊണ്ടോ മറ്റെന്തെങ്കിലും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചതുകൊണ്ടോ ആത്മാവിന് ഒരു സൗന്ദര്യവും കൂടുന്നില്ല. അത്യാവശ്യം സുഗന്ധങ്ങളും മറ്റു അലങ്കാര വസ്തുക്കളും ഉപയോഗിക്കാം, വേണ്ട എന്നല്ല. പക്ഷെ അതൊന്നും ആത്മീയമായ തലത്തിലല്ല നമ്മെ സ്വാധീനിക്കുന്നത്. എന്നാൽ ആത്മാവിനെ മെച്ചപ്പെടുത്തുന്ന വസ്തുക്കൾ, ആത്മാവിന്റെ ഭക്ഷണം എന്താണ്? ശരീരത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്, ആത്മാവിനും ഭക്ഷണമുണ്ട്. അതേപോലെ നല്ല ചിന്തകൾ, നല്ല സംസാരങ്ങൾ, നല്ല വായന, നല്ല കേൾവി, നല്ല കാഴ്ച, ഇതൊക്കെ ആത്മാവിനുള്ള ഭക്ഷണമാണ്. ലിബാസു തഖ്വ എന്നൊരു പ്രയോഗം നമുക്കൊക്കെ പരിചയമുണ്ട്. തഖ്വയുടെ വസ്ത്രം. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വസ്ത്രങ്ങൾ മുഴുവൻ നമ്മുടെ ശരീരത്തിന്റെ അലങ്കാരത്തിനോ നഗ്നത മറക്കുന്നതിനോ നമ്മുടെ ബാഹ്യമായ സംതൃപ്തിക്ക് വേണ്ടിയോ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ തഖ്വയുടെ വസ്ത്രം എന്ന് പറയുന്ന വസ്ത്രം മനസ്സിന്റെ അലങ്കാരവും മനസ്സിന്റെ ഭംഗിയും വർദ്ധിപ്പിക്കുന്ന പകർന്നുള്ളത് ഇതിലേക്ക് ബാഹുടെ പിന്നെ ശരീരത്തിലേക്കല്ല നോക്കുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കും അകത്തളത്തിലേക്കുമാണ് നോക്കുന്നത് പറഞ്ഞില്ല. അപ്പം അകത്താണ് ഏറ്റവും കൂടുതൽ അലങ്കാരവും ശുദ്ധിയും സുഗന്ധങ്ങളും ഒക്കെ പൂശി വൃത്തിയാക്കി വെക്കേണ്ടത് എന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ആമുഖം ഞാൻ പറയാൻ കാരണം,
വിശുദ്ധ ഖുർആൻ അൽഹമഹ ഫുജൂറഹ വതഖ്വാഹ എന്ന് പറയുന്ന ആയത്ത് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ഫാജിർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, തെമ്മാടി, ധിക്കാരിയാണവൻ. മുത്തഖി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാം, തഖ്വയുള്ളവൻ, സൂക്ഷ്മതയുള്ളവൻ. അപ്പൊ നമ്മുടെ മനുഷ്യന് രണ്ടു ഗുണങ്ങളും മനുഷ്യന് നിക്ഷിപ്തമാണ്. ഒന്ന് നേരത്തെ പറഞ്ഞ ഫാജിറിന്റെ ഗുണം, ദുർഗുണങ്ങൾ. മറ്റൊന്ന് സൂക്ഷ്മതയുള്ള ആളുടെ സൽഗുണങ്ങൾ. അതാണ് അൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. അത് മനസ്സിന്റെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും തന്നെ ഒരാളിലെ തിന്മയെ ഉണർത്താൻ പാടില്ല. എല്ലാവരിലും ഉണ്ട്, പഠിച്ചവൻ പറഞ്ഞു തന്നെയുള്ള അൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരാളിൽ ഉറങ്ങിക്കിടക്കുന്ന തിന്മയെ നമ്മൾ ഒരിക്കലും ഉണർത്താൻ പാടില്ല. നേരെ മറിച്ച് ഉണർത്തേണ്ടത് നന്മയെ മാത്രമാണ്. അവൈക്കൺ ദ ഗുഡ്നെസ് ഓൺലി, അവൈക്കൺ ദ ഗുഡ്നെസ് ഓൺലി, നന്മയെ മാത്രം ഉണർത്തുക. ഡു നോട്ട് അവൈക്കൺ ദ ഈവിൾ ഓർ ബാഡ് ക്വാളിറ്റി. തിന്മയെ നമ്മൾ ഒരിക്കലും ഉണർത്താൻ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ തിരക്കുള്ള ഒരു സ്ഥലത്തുകൂടെ നടന്നു പോകുമ്പോൾ ഒരാളുടെ കാലിൽ നമ്മൾ അവിചാരിതമായി ചവിട്ടി എന്ന് വിചാരിക്കുക. സ്വാഭാവികമായി ചവിട്ട് കൊണ്ടാൾ തിരിഞ്ഞു നോക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു ക്ഷമിക്കണം, സോറി. ഇത് പറയുന്നതോടുകൂടി ആ പ്രശ്നം മിക്കവാറും സോൾവ് ആയി പോകും. അവിടെ നമ്മൾ ഉണർത്തിയത് അയാളിലെ നന്മയെയാണ്. നേരെ മറിച്ച് ഇതേ സംഭവം, ഇതേ കാലിൽ ചവിട്ടിയ സമയത്ത് നമ്മൾ പ്രതികരിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഞാൻ നടക്കുന്ന സ്ഥലത്ത് കാല് കൊണ്ടെന്ന് വെച്ചത്, നിങ്ങൾക്ക് കണ്ണില്ലേ എന്ന് തിരിച്ചു ചോദിച്ചാൽ അയാളിലെ തിന്മ ഉണരും, അയാൾ രൂക്ഷമായി പ്രതികരിക്കും. ഒരേ വ്യക്തിയിൽ നിന്ന് തന്നെ നമുക്ക് രണ്ട് പ്രതികരണം കിട്ടുന്ന അർത്ഥം. മറ്റൊരു ഉദാഹരണം പറയാം. ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ 5000 രൂപ കടം വാങ്ങി. അടുത്ത മാസം 31-ാം തീയതി തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് പണം വാങ്ങിയത്. അവധി കഴിഞ്ഞിട്ടും പണം കൊടുക്കാൻ കഴിയുന്നില്ല. രണ്ട് രൂപത്തിൽ പ്രതികരിക്കാം. ഒന്ന്, എന്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല, അല്പം കൂടെ സാവകാശം തരണം, ഉടനെ തന്നെ ഞാൻ അത് തിരിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ കടം തന്നാൽ തിരിച്ചു പറയും, അത് കുഴപ്പമില്ല, ഞങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞ് തന്നാലും പ്രശ്നമൊന്നുമില്ല. വളരെ മാന്യമായ പ്രതികരണം. നേരെ മറിച്ച് അവധി ആയ സമയത്ത് കടം തന്ന ആൾ നമ്മോട് പണം തിരിച്ചു ചോദിക്കുമ്പോ നമ്മൾ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു, നിങ്ങളുടെ കയ്യിൽ മാത്രമേ പൈസ ഉള്ളൂ, ഇവിടെ വേറെ കയ്യിലും പൈസ ഇല്ലേ, മനുഷ്യന്മാരെ കാണാത്ത മാതിരി ചോദിക്കുന്നു, പണം കണ്ടിട്ടില്ലേ എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ അയാളുടെ പ്രതികരണവും വളരെ രൂക്ഷമായിരിക്കും. ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞത് ഒരാളിൽ ഉള്ള നന്മയെയും തിന്മയെയും ഉണർത്തുവാൻ നമുക്ക് സാധിക്കും. ഈ പ്രബോധന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പ്രബോധകരെ ഉണർത്തിയ ഒരു കാര്യം, നിങ്ങൾ വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ, സൂറത്ത് ഫുസ്സിലത്തിലെ 34-ാമത്തെ ആയത്ത്, ഇതെല്ലാവർക്കും പരിചയമുള്ള ആയത്താണ്. വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല എന്ന്. ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ, നന്മ കൊണ്ടാണ് നമ്മൾ പ്രതിരോധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ടത്. ഇങ്ങോട്ട് നന്മ ചെയ്യുന്നവരോടും തിരിച്ചു നന്മ ചെയ്യുക,
ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവരോടും തിരിച്ച് നന്മ ചെയ്യുക. നമ്മുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കണം എന്നാണ്. അതിന്റെ റിസൾട്ട് പറഞ്ഞത് എന്താണ്? ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നിനക്ക് സഹോദരനുമിടയിലുള്ള അല്ലെങ്കിൽ ഇരു വിഭാഗങ്ങൾക്കിടയിലുള്ള ശത്രുത മൈത്രീ ബന്ധമായി മാറും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ ഉണർത്തുന്നത് എന്താണ്? മറുകക്ഷിയുടെ മനസ്സിലുള്ള നന്മയെ നമ്മൾ ഉണർത്തുമ്പോൾ അവിടെ ശത്രുതയല്ല ഉണ്ടാവുക, മറിച്ച് മൈത്രീ ഭാവമാണ് ഉണ്ടാവുക എന്നാണ് വിശുദ്ധ ഖുർആനെ പഠിപ്പിക്കുന്നത് ഫുസ്സിലത്തിലെ 34-ാമത്തെ ആയത്തിൽ. പക്ഷെ അതിന്റെ അടുത്തായിട്ട് പറഞ്ഞ കാര്യം വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹള്ളിൻ അലീം. അങ്ങേയറ്റം ക്ഷമയുള്ളവർക്കും മഹാഭാഗ്യവാന്മാർക്കുമല്ലാതെ അതിന് കഴിയില്ലെന്നാണ്. അങ്ങേയറ്റം ക്ഷമ വേണം. രണ്ടാമത്തേത്, ഇങ്ങനെ തിരിച്ച് തിന്മ ചെയ്യുന്നവരോടും നന്മയിൽ പ്രതികരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു. അപ്പം ദേഷ്യത്തോടുകൂടിയും പ്രകോപനപരമായുമൊക്കെ പ്രതികരിക്കുന്ന സത്യത്തിൽ നമ്മിലുള്ള ആത്മീയമായ ഗുണത്തെ അല്ല സൂചിപ്പിക്കുന്നത്, നേരെ മറിച്ച് നമ്മിലുള്ള മണ്ണിന്റെ മൃഗീയമായ ഭാവത്തെയാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു കൊട്ടേഷൻ നോക്കൂ നിങ്ങൾ. ഫോർ എവറി മിനിറ്റ് യു റിമൈൻ ആംഗ്രി, യു ഗിവ് അപ്പ് 60 seconds of peace of mind. വളരെ സിമ്പിളാണ്, പക്ഷെ അതിലൊരു തത്വമുണ്ട്. ഫോർ എവറി മിനിറ്റ് യു റിമൈൻ ആംഗ്രി, നിങ്ങൾ ദേഷ്യപ്പെടുന്ന ഓരോ മിനിറ്റിലും യു ഗിവ് അപ്പ് 60 seconds of peace of mind. നിങ്ങളുടെ മനസ്സിന്റെ ശാന്തമായ 60 സെക്കൻഡുകളാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ചില്ലറ സമയമൊന്നുമല്ല. അപ്പോ ഒരു മിനിറ്റ് ദേഷ്യം പിടിച്ചിരിക്കുന്ന ആൾക്ക് 60 സെക്കൻഡ് ശാന്തി നഷ്ടമാകുന്നു. അതാണ്. അപ്പൊ പ്രതികരണം എപ്പോഴും എങ്ങനെയായിരിക്കണം? നന്മയിൽ ഊന്നി നിന്നുകൊണ്ടുള്ളതായിരിക്കണം എന്നതാണ്. അത് ചിലപ്പം വെറുമൊരു പുഞ്ചിരിയിലൂടെ നമുക്ക് കൈകാര്യമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച വളരെ പ്രസിദ്ധമായ ഒരു പാഠമുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഹദീസിന്റെ ഭാഗമാണത്. ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നന്മയിൽ നിന്ന് യാതൊന്നും നീ വിട്ടുകളയരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലീഖ്, പ്രസന്നവദനനായി പുഞ്ചിരിയോടുകൂടി നിന്റെ സഹോദരനെ സമീപിക്കുന്നത് പോലും നന്മയാണ്. അത് ആത്മീയമായ ഗുണമാണ്. അത് അവരന്റെ മനസ്സിലെ നന്മയെ ഉണർത്തുന്ന ഘടകമാണ്. രണ്ടാളുകൾ മുഖാമുഖം കടന്നു പോകുമ്പോൾ എതിരെ വരുന്ന ആൾ ചിരിച്ചു കഴിഞ്ഞാൽ ഇയാളിൽ മനഃശാസ്ത്രപരമായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും മുഖത്തേക്ക് പോലും നോക്കാതെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കെതിരെ കടന്നു വരുന്ന ആള് നമ്മളെക്കുറിച്ച് നിരൂപിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എഴുതുകയാണെങ്കിൽ കുറെ എഴുതാൻ മാത്രം സംഗതികളുണ്ട്. അപ്പം ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലീഖ് എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം വളരെ മനഃശാസ്ത്രപരമാണ്. വളരെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഉപദേശമാണത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിച്ചതായിരിക്കില്ലല്ലോ, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം. ഇത് മനുഷ്യന്റെ മെന്റൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പം
ആത്മാവിന്റെ ഉടമസ്ഥനായ പടച്ചതമ്പുരാൻ കൊടുത്ത ഒരു നിർദ്ദേശമാണത്. അള്ളാഹുവിനറിയാം. ഒരൊറ്റ ചിരിയിലൂടെ, ഒരൊറ്റ നോട്ടത്തിലൂടെ നമുക്ക് ഒരാളെ കീഴടക്കുവാൻ സാധിക്കും. അയാളിലെ നന്മയെ ഉണർത്തുവാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിന്റെ തലങ്ങളാണ്. അപ്പൊ നമ്മുടെ മനസ്സിന് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു തലമുണ്ട്. പ്രധാനമായും 3 തലങ്ങളാണുള്ളത്. ഒന്ന് അൺകോൺഷ്യസ് മൈൻഡ്. അൺകോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് അല്ലാത്ത മൈൻഡ്. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ബോധമുള്ള അവസ്ഥക്കാണ് കോൺഷ്യസ്നെസ് എന്ന് പറയാം. കോൺഷ്യസ്. അൺകോൺഷ്യസ് അബോധാവസ്ഥ, ബോധമില്ലാത്ത അവസ്ഥ. അപ്പൊ അബോധ മനസ്സാണത് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ മനസ്സ്, ഉദാഹരണമായിട്ട് മനുഷ്യ ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുമൊക്കെ ശ്വസിക്കുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല. നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ ആ വിഷയത്തിൽ നമ്മളെപ്പോഴും ജാഗരൂകരായി ഇരിക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിക്കും, അതിന്റെ വേസ്റ്റ് പുറത്തേക്ക് തള്ളും. ഇതൊക്കെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. അതിലൊന്നും നമ്മളെന്തല്ല, കോൺഷ്യസ് അല്ല. അതേപോലെ നമ്മളിപ്പോ ഒരു മെഴുകുതിരി തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ കൈവലിക്കും. അതിനു വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കലും റിപ്ലൈ വരലും മസ്തിഷ്കത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കലും ഒക്കെ നമുക്കതിൽ പങ്കാളിത്തമില്ല. ഇങ്ങനെ നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നു. നമ്മുടെ മനസ്സ് അതിനെക്കുറിച്ച് എന്തല്ല, ബോധവാനല്ല. ഇനി മനസ്സിന് രണ്ടാമത്തെ ഒരു തലമുണ്ട്. രണ്ടാമത്തെ തലം എന്ന് പറഞ്ഞാൽ അത് സബ് കോൺഷ്യസ് മൈൻഡാണ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ സബ്ബാണ്. സബ് അർദ്ധബോധാവസ്ഥയിലുള്ള മനസ്സ്. അർദ്ധബോധാവസ്ഥയിലുള്ള മനസ്സ്, അവിടെയാണ് എല്ലാവിധ അറിവുകളും അനുഭവങ്ങളും ശീലങ്ങളും വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മുടെ മനോഭാവങ്ങളും ഒക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. നമ്മളൊരു പുസ്തകം വായിച്ചു, അത് ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് പോവുക. അതിലെ വിവരങ്ങൾ. നമ്മളൊരു പ്രഭാഷണം കേട്ടു, അതിലെ കാര്യങ്ങളൊക്കെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് പോകും. അതൊരു പേഴ്സണൽ ലൈബ്രറി എന്നാണ് മനഃശാസ്ത്രത്തിൽ അതിനെ വിളിച്ചിരിക്കുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് എ പേഴ്സണൽ ലൈബ്രറി. പേഴ്സണൽ ലൈബ്രറിയാണ്. നമ്മുടെ ശരീരത്തിനകത്ത്, നമ്മുടെ മനസ്സിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പേഴ്സണൽ ലൈബ്രറിയാണ് ശരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, തൊട്ടനുഭവിക്കുന്നത്, അതേപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സ്വരൂപിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്, സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് എ പേഴ്സണൽ ലൈബ്രറി. അപ്പൊ ഒക്കെ അവിടെ ഉണ്ടാകും. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ഒരാളുമായിട്ട് കുറേ നേരം സംസാരിച്ചു നോക്കുക. ഒരാളുമായിട്ട് ഇങ്ങനെ കുറേ നേരം സംസാരിക്കുമ്പോ അത്രയും സമയം നമ്മൾ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ അയാളുടെ മുഖം കൃത്യമായി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയും. അതിനിടയ്ക്ക് നമ്മൾ ചോദിച്ചിട്ടുണ്ടാകും, നിങ്ങളുടെ പേരെന്താണ്? പേര് അബ്ദുറഹ്മാൻ. പേര് എത്ര പ്രാവശ്യം ചോദിച്ചത്? ഒരു പ്രാവശ്യം മാത്രം. ശരിയല്ലേ?
നമ്മൾ ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ എത്ര പ്രാവശ്യം പേര് ചോദിക്കും? ഒന്ന് ടെക്സ്റ്റ് ചെയ്യും. എത്ര പ്രാവശ്യം നമ്മൾ പേര് ചോദിക്കും ഒരാളുടെ? റെസ്പോൺസ് നടത്തുന്നവരന്മാരെ, നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അയാളുടെ പേര് എത്ര പ്രാവശ്യം ചോദിക്കും? അതെ, ഒരു പ്രാവശ്യം ചോദിക്കുള്ളൂ. നേരെ മറിച്ച് നമ്മൾ അയാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അത്രയും സമയം അയാളുടെ മുഖം നമ്മൾ നോക്കിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അയാളുമായിട്ട് സംസാരിച്ച് പിരിഞ്ഞിട്ട് പിന്നെ എവിടെയോ കുറച്ചു കാലത്തിന് ശേഷം നമ്മൾ അയാളെ കണ്ടുമുട്ടുമ്പോ അയാളുടെ മുഖം നമുക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഇയാളുടെ പേര് കിട്ടുന്നില്ല. ആളുടെ മുഖം നല്ല ഓർമ്മയുണ്ട്. അന്ന് ആളുടെ മുഖം ഓർമ്മ കിട്ടി. അന്ന് കോഴിക്കോട്ട് ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞ മാസം 25-ാം തീയതി ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോ കണ്ട ആളെ മനസ്സിലായി, മുഖം ഓർമ്മ വന്നു, പക്ഷെ ആളെ പേര് കിട്ടുന്നില്ല. പക്ഷെ അയാളുടെ പേര് ഒറ്റ പ്രാവശ്യമേ ചോദിച്ചുള്ളൂ. അതുകൊണ്ട് അവളുടെ വളരെ വേഗമായിട്ടുള്ള അവ്യക്തമായിട്ടുള്ള റെക്കോർഡിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാം രേഖപ്പെടുത്തുന്നു. ആ രേഖപ്പെടുത്തലിന്റെ അളവിന് ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. ചില കാര്യങ്ങൾ തീരെ ഓർമ്മ വരാത്തത് സബ് കോൺഷ്യസ് മൈൻഡിൽ അത് വളരെ കുറച്ചു മാത്രം രേഖപ്പെടുത്തുന്നതുകൊണ്ടാണ്. ഇനി മൂന്നാമത്തെ തലം, അവിടെയാണ് നമ്മൾ ഈ ചർച്ച പ്രസക്തമാകുന്നത്. മൂന്നാമത്തെ തലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ബോധമനസ്സ് അതാണ് നമ്മൾ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയാം. ബോധമനസ്സ്, കോൺഷ്യസ് മൈൻഡ്. ഈ കോൺഷ്യസ് മൈൻഡ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്ത് പഠനവിധേയമാക്കി, അതേപോലെ തന്നെ എല്ലാത്തിനെയും ഫിൽട്ടർ ചെയ്ത് എല്ലാ കാര്യങ്ങളെയും നേർക്കുനേരെ കണ്ട് മനസ്സിലാക്കുന്ന മനസ്സാണ്. അപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡ് ചെയ്ത ചില കാര്യങ്ങൾ ഈ കോൺഷ്യസ് മൈൻഡുമായിട്ട് ചിലപ്പം കൂട്ടിമുട്ടും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം ഞാൻ. മുജാഹിദുകൾ പ്രവാചകൻ സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്ന ആളുകളാണ്. അവര് പ്രവാചകന്മാരെയും ഔലിയാക്കന്മാരെയും ആദരിക്കാത്തവരാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ബഹുമാനിക്കാത്തവരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മുഹമ്മദാണ് എന്ന് പറയുന്നവരാണ് എന്നൊക്കെ ഇങ്ങനെ പ്രസംഗത്തിൽ നിന്ന് കേട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ ലൈബ്രറിയിൽ റെക്കോർഡാക്കി വെച്ച ഒരു നാടൻ സുന്നി പ്രവർത്തകൻ, അവനോട് നമ്മൾ ഇന്ന് പോയിട്ട് ഞങ്ങള് മുജാഹിദുകളൊക്കെ പ്രവാചകന്മാരെ ആദരിക്കുന്നവരും ഔലിയാക്കന്മാരുണ്ടെന്ന് പറയുന്നവരാണ്, ഔലിയാക്കന്മാരെ ബഹുമാനിക്കുന്നവരാന്ന് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കൂല. വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം ഇതാണ്. എന്താണ്? അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ വിവരം വളരെ ശക്തമായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ റെക്കോർഡ് ചെയ്യപ്പെട്ട വിശ്വാസത്തെ കോൺഷ്യസ് മൈൻഡ് അംഗീകരിക്കൂല. ഇപ്പൊ മുജാഹിദുകൾ കൂട്ടുപ്രാർത്ഥനയില്ലാത്തവരാണ്, അല്ലെങ്കിൽ മുജാഹിദുകൾ പ്രാർത്ഥിക്കാത്തവരാണ് എന്ന് നിരന്തരമായി വയല് കേട്ട ഒരാള് അയാളെ പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞു കൊടുത്താൽ അയാൾ അംഗീകരിക്കൂല. അതിന് കാരണം സബ് കോൺഷ്യസ് മൈൻഡിലെ അയാളുടെ ലൈബ്രറിയിൽ എഴുതി വച്ചിരിക്കുന്ന ശക്തമായ വിവരം എന്താണ്? മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാത്തവരാണെന്ന്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇടപെടുക എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അവിടെ 2-3 ടെക്നിക്സ് ആണ് അതിലുള്ളത്. ടെക്നിക്സ് പറഞ്ഞാൽ ഈ കോൺഷ്യസ് മൈൻഡിലെ സബ് കോൺഷ്യസ് മൈൻഡിലെ റെക്കോർഡുകൾ മാറ്റാൻ ഒന്ന് നമുക്ക് ചെയ്യാവുന്ന നമസ്കാരം, ഇപ്പൊ ഈ യോഗ, മെഡിറ്റേഷൻ, ദിക്റുകൾ, അതേപോലെ തന്നെ നമസ്കാരം, ഏകാഗ്രത കിട്ടുന്ന കാര്യങ്ങളിലൂടെ സബ് കോൺഷ്യസ് മൈൻഡിലെ കാര്യങ്ങളെ മാറ്റാനും കഴിയും എന്നാണ് ഒന്ന്. ഇപ്പോ ഇസ്ലാമില് 5 സമയത്ത് നമസ്കാരം നിർബന്ധമാക്കിയതിനുള്ള ഒരു മനഃശാസ്ത്രമായിട്ട് ഇത് വായിക്കാൻ പറ്റും. ഒരാൾ 5 സമയം നമസ്കരിക്കുമ്പോൾ സുന്നത്ത് നമസ്കാരങ്ങൾ, പ്രാർത്ഥനകൾ, ദിക്റുകൾ, തഹജ്ജുദ് നമസ്കാരം, ഇതൊക്കെ ചെയ്യുമ്പോൾ അയാളുടെ മനസ്സ്, ഈ സബ് കോൺഷ്യസ് മൈൻഡ് ശരിക്ക് ക്ലീൻ ചെയ്യപ്പെടുകയാണ്.
സബ് കോൺഷ്യസ് മൈൻഡിൽ രേഖപ്പെടുത്തിയ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ വിവരങ്ങളെ മാറ്റാനും കഴിയാവുന്ന വേറൊരു രീതി എന്ന് പറഞ്ഞാൽ സ്ഥിരമായി കാണുന്ന ഭാഗത്ത് എഴുതി വെക്കുക. അപ്പൊ കുട്ടികളൊക്കെ, ഇപ്പൊ വിദ്യാർത്ഥികളൊക്കെ സാധാരണ ചെയ്യാറുണ്ട്. ഒരു കുട്ടിക്ക് തോന്നുകയാണ് ഞാന് പരീക്ഷയിൽ പരാജയപ്പെടും. ആ കുട്ടിക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ തോന്നിയിട്ട് അവിടെ കിടക്കുകയാണത്. അതെങ്ങനെ മാറ്റാം? ആ കുട്ടി പഠിക്കുന്ന ടേബിളിന്റെ മുൻഭാഗത്ത് തന്നെ ഒരു പേപ്പറിൽ എഴുതി ഒട്ടിക്കുക, ഐ വിൽ സ്കോർ 80% മാർക്ക്, അല്ലെങ്കിൽ ഐ വിൽ സ്കോർ 90% മാർക്ക് എന്നോട് എഴുതി വെക്കുക. അപ്പോ ഇങ്ങനെ സെന്റൻസ് എഴുതി വെക്കുക, ഐ വിൽ സ്കോർ 90% മാർക്ക്, ഞാൻ 90% മാർക്ക് വാങ്ങും എന്ന് എഴുതി വെച്ചു. ഞാൻ 90% മാർക്ക് വാങ്ങും എന്ന് ഒരു കുട്ടി തന്റെ പഠനമുറിയുടെ എപ്പോഴും കാണുന്ന ഭാഗത്ത് എഴുതി വെച്ചു എന്ന് വിചാരിക്കുക. തോൽക്കും എന്ന് നേരത്തെ വിചാരിച്ചിരുന്ന കുട്ടിയുടെ മനസ്സിൽ സ്ഥിരമായി ഈ സന്ദേശം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ തോൽക്കും എന്ന് പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ രേഖപ്പെടുത്തിയ ആ വിവരം മാഞ്ഞ് ഐ വിൽ സ്കോർ 90% മാർക്ക് എന്ന് തിരിച്ചെഴുതാൻ പറ്റുന്ന ആ കുട്ടി കോൺഫിഡൻസ് കിട്ടും. ഇതല്ലാതെ ഒരാളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ മാറണമെങ്കിൽ എന്ത് വേണം? പെട്ടെന്നുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകണം. പെട്ടെന്നുള്ള എന്തെങ്കിലും സംഭവങ്ങൾ, എ സഡൻ ഈവന്റ് വിത്ത് സ്ട്രോങ് ഇമ്പാക്ട്, ശക്തമായ റിസൾട്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവണം. ഇപ്പൊ ഉദാഹരണമായിട്ട് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാള്, അയാളുടെ മനസ്സിൽ അങ്ങനെയാണ്, സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെയാണ് റെക്കോർഡ് വെച്ചിട്ടുള്ളത്. അയാളുടെ വിശ്വാസമാണ്, അയാളുടെ വിശ്വാസം സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെയാണ്, ഉപബോധ മനസ്സിൽ. അയാൾ ഒരു ദിവസം ഒരു മുജാഹിദ് പ്രഭാഷണം കേട്ടു. അതിലെന്താ വെല്ലുവിളി എന്നറിയോ? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് തെളിവുദ്ധരിക്കാൻ കഴിയുമോ? അത് വളരെ സ്ട്രോങ് ഇമ്പാക്ട് ആയിട്ട് അയാളുടെ മനസ്സിൽ പതിച്ചു. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന അയാളുടെ വിശ്വാസം മാഞ്ഞുപോയി. അപ്പൊ നമ്മുടെ മനസ്സിൽ രൂഢമൂലമായ കാര്യങ്ങളെ മായ്ച്ചു കളയുവാനുള്ള ഒരു മാർഗം ഏകാഗ്രതയാണ്. രണ്ടാമത്തേത്, സ്ഥിരമായി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയുകയോ കാണുകയോ ചെയ്യുക എന്നതാണ്. ഇപ്പം ഒരാൾക്ക് തോന്നുകയാണ് എനിക്ക് വാഹനം ഓടിക്കാൻ ഒരിക്കലും കഴിയില്ല. ചില ആളുകളുണ്ടാവും, ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ള ആളുകളുണ്ടാവും. എനിക്കൊരിക്കലും വാഹനം ഓടിക്കാൻ കഴിയില്ല എന്നൊരാൾക്ക് തോന്നിയാൽ പിന്നെ അയാൾക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പൊ അയാൾ എന്നും രാത്രി കിടക്കുമ്പോ പറയാം, ഞാൻ വാഹനം ഓടിക്കും, ഞാൻ വാഹനം ഓടിക്കും. ഒരു 10 പ്രാവശ്യം പറഞ്ഞിട്ട് കിടന്നിറങ്ങി നോക്കോളൂ. അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വാഹനം ഓടിക്കാൻ കഴിയുകയില്ല എന്ന തോന്നൽ മാഞ്ഞു പോയിട്ട് അയാൾക്ക് വാഹനം ഓടിക്കാൻ കഴിയും. ഞാൻ എന്നും വാഹനം ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങണമെന്ന് പറയുമ്പോൾ ദിക്റുകളും ദുആകളും വേണ്ടെന്നല്ല കേട്ടോ, അതിന്റെ കൂടെയാണ് ഈ പറയുന്നത്. അത് ദിക്റാക്കി മാറ്റരുത്. അപ്പം നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരുപാട് തലങ്ങളുള്ള പിടികിട്ടാത്ത സംഭവമാണ്. ഈ മനസ്സിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ആധുനിക ലോകത്ത് നടക്കുന്നുണ്ട്. കുറെ പഠിച്ച് അവസാനം പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും എന്താന്ന് മനസ്സിലാക്കാത്തൊരു സമസ്യയായിട്ട് മനസ്സവശേഷിക്കുകയാണ്. പക്ഷെ ഇസ്ലാം ചെയ്തെന്താ അറിയോ? ഇസ്ലാം വളരെ സിമ്പിളായിട്ട് പടച്ചതമ്പുരാൻ പറഞ്ഞത്, ആത്മാവിനെ കുറിച്ച് പ്രവാചകരെ അവർ നിന്നോട് ചോദിക്കുന്നു, അതിനെക്കുറിച്ചുള്ള മുഴുവൻ അറിവുകളും എന്റെ കയ്യിലാകുന്നു എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ കയ്യിലാകുന്നു. നിങ്ങൾക്ക് വളരെ കുറച്ചു മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പടച്ചവൻ ആ ഭാഗം അവിടെ അവസാനിപ്പിച്ചു. എന്നിട്ട് ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു. അതായത് ഇസ്ലാം ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തത്. അല്ലാതെ
മനസ്സെന്താണ്, ആത്മാവ് എന്താണ് എന്നതിനെക്കുറിച്ച് വിപുലമായ ചർച്ച സംഘടിപ്പിക്കല്ല. അതിനെ എങ്ങനെ പരിശുദ്ധമാക്കാം എന്നിട്ട് അവസാനം പറഞ്ഞു, മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. അങ്ങനെ കീഴൊതുങ്ങിയ പരിശുദ്ധമായ കറകളഞ്ഞ മനസ്സുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർക്കാകുന്നു സ്വർഗം എന്ന് പറഞ്ഞു. അപ്പൊ ആ മനസ്സിന്റെ സംസ്കരണമാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ ഊന്നിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ മനുഷ്യന്മാരോടാണ് സത്യത്തിൽ ഈ മതപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും പറയാനുള്ളത്. അതിൽ ഒന്ന് വേണ്ടത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റിൽ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും എന്തു ചെയ്യരുത്, മറ്റുള്ളവരിലെ തിന്മയെ ഉണർത്തുവാൻ ശ്രമിക്കരുത്, നേരെ മറിച്ച് നന്മയെ ഉണർത്തുവാൻ ശ്രമിക്കുക. വിശുദ്ധ ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് ഇങ്ങനെ മലമുകളിൽ കയറി രക്ഷപ്പെടാൻ നിൽക്കുന്ന സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാം മകനെ വിളിക്കുന്നൊരു വിളിയുണ്ട്. ആ വിളി വളരെ മനഃശാസ്ത്രപരമായ വിളിയാണ്. വാപ്പ പറഞ്ഞത് കേൾക്കാതെ എല്ലാം മുങ്ങിച്ചാകുന്ന ഒരു സന്ദർഭത്തിൽ പറഞ്ഞാൽ കേൾക്കാത്ത മകനോട് പല രൂപത്തിൽ പിതാക്കന്മാർ പ്രതികരിക്കും. ഇവിടെ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, യാ ബുനയ്യ യാ ബുനയ്യർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. പൊന്നുമകനെ, പൊന്നാര മകനെ, നീ ഈ കപ്പലിൽ കയറൂ, നീ ഒരിക്കലും തന്നെ നിഷേധികളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുന്ന. അവിടെ പ്രയോഗിച്ച പദം നോക്കൂ നിങ്ങൾ, യാ ബുനയ്യ. ഇത് വളരെ സൈക്കോളജിക്കലാണ്. ആ മകന് മനസ്സിൽ എന്തെങ്കിലും നന്മ അവശേഷിക്കുന്നുണ്ടെങ്കിൽ കേറുവാൻ ആ ഒരൊറ്റ വിളി മതി. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിരത്തി കൊടുത്തിട്ടുണ്ട് സൂറത്തുൽ ലുക്മാനിൽ. അതൊക്കെ യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ, പൊന്നുമകനെ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. അവിടെ ഹോ മൈ ഡിയർ സൺ, മൈ ലവബിൾ സൺ എന്നാണ്. എന്റെ പ്രിയങ്കരനായ മകനെ, സ്നേഹനിധിയായ മകനെ, പൊന്നുമകനെ എന്നൊക്കെയാണ്. യാ ബുനയ്യ അഖിമിസ്സലാത്ത വഅ്മുർ ബിൽ മഅറൂഫ്, നമസ്കാരം നിലനിർത്തുക, നന്മ കൽപ്പിക്കുക. യാ ബുനയ്യ യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ. അടുത്ത ആയത്തിൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹ അല്ലാഹ്. നന്മയായാലും തിന്മയായിരുന്നാലും പടച്ചവൻ കൊണ്ടുവരും. യാ ബുനയ്യ. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കണമെന്ന് സ്വപ്നം കണ്ടു. എന്താ പറഞ്ഞത്? ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക. നിന്നെ ബലിയറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചിരിക്കുന്നു, പൊന്നുമകനെ എന്നാണ്. അതുകൊണ്ടാണ് ആ മകന്റെ പ്രതികരണം എന്താ? ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ. അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം കൊണ്ടുകൂടാണ് മറുപടി പറയുന്നത്. നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ, കൽപ്പിക്കപ്പെട്ടതുപോലെ ചെയ്തുകൊള്ളുക എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ആ മകൻ മറുപടി പറഞ്ഞു. ഇവിടെ ഒരു വിഷയം അവതരിപ്പിക്കുന്നതിൽ, ഒരാളോട് ഉപദേശം നൽകുന്നതിൽ, ഒരാളെ ക്ഷണിക്കുന്നതിൽ ഒക്കെ സ്വീകരിക്കുന്ന രീതി നോക്കൂ നിങ്ങൾ. ലോകത്തിൽ ഞാനാണ് അള്ളാഹു എന്ന് പറഞ്ഞ ധിക്കാരികൾ വളരെ കുറവാണ്. അതിൽ ഒന്നാമനാണ് ഫിർഔൻ. ആ ഫിർഔന്റെ അടുത്തേക്കാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹാറൂൻ നബിയെയും പഠിച്ചവൻ പറഞ്ഞയക്കുന്നത്. ഒന്നാമതിന് പറഞ്ഞെന്താ? ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ. അക്രമിയായ ഫറോവയുടെ അടുത്തേക്ക് പോകണം, നിങ്ങൾ രണ്ടുപേരും പോകണം.
എന്നിട്ട് എന്താ പറയുന്നത്? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, ലയ്യിനായ വാക്ക് പറയണമെന്നാണ്. ഇത് പറഞ്ഞാൽ മൃദുവായ, സ്നേഹമസൃണമായ, നല്ല മയമുള്ള വാക്കുകൾ പറയണം എന്ന് പറഞ്ഞു. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ മനുഷ്യന്മാർ ഏത് ഫറോവയായിരുന്നാലും ഞാനാണ് പടച്ചവൻ എന്ന് പറയുന്ന ഫറോവയുടെ മനസ്സിലും എന്തുണ്ട്? നന്മയുണ്ട്, തിന്മയുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ചെന്ന് ഫറോവയുടെ മനസ്സിൽ ഉണർത്തിവിടേണ്ടത് എന്താണ്? നന്മയാണ്. തിന്മയെ ഉണർത്തിവിടാൻ ആർക്കും സാധിക്കും. പക്ഷേ നന്മയെ ഉണർത്തിവിടുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതാണ് ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ ആർജിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബ്രൂസ്ലി, നമുക്കൊക്കെ അറിയാം, ബ്രൂസ്ലി പറഞ്ഞ ഒരു കൊട്ടേഷൻ ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, നോളജ് വിൽ ഗീവ് യു പവർ, നോളജ് വിൽ ഗീവ് യു പവർ. വിജ്ഞാനം നിങ്ങൾക്ക് അധികാരം നൽകിയേക്കാം. ബട്ട് ക്യാരക്ടർ റെസ്പെക്ട്, നിങ്ങളുടെ വ്യക്തിത്വമാണ് നിങ്ങൾക്ക് ബഹുമാനം നൽകുന്നത്. നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം നിങ്ങളുടെ ക്യാരക്ടറാണ്, അല്ലാതെ നിങ്ങളുടെ അറിവോ പദവിയോ പ്രതാപമോ അല്ല. ബ്രൂസ്ലി എന്ന് പറഞ്ഞാൽ കായികപരമായി ലോകത്ത് അറിയപ്പെട്ട, ശാരീരികമായി മസിൽ പവറും വേഗതയും എതിരാളിയെ ഇടിച്ചു നിരത്തുവാനുള്ള കഴിവുള്ള ആളാ പറഞ്ഞത്. അപ്പൊ സഹോദരന്മാരെ, ഞാൻ സൂചിപ്പിച്ചത് അൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹു നന്മയും നിക്ഷേപിച്ചിരിക്കുന്നു, തിന്മയും നിക്ഷേപിച്ചിരിക്കുന്നു. ആ നന്മയെ ഉണർത്തുവാനാണ് വ്യക്തികളും കുടുംബങ്ങളും അധ്യാപകരും പ്രഭാഷകന്മാരും സമൂഹവും രാഷ്ട്രനായകന്മാരും ഒക്കെ ശ്രമിക്കേണ്ടത്. അവിടെ പുലർന്നു കാണുന്നത് എന്തായിരിക്കും? വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും സമാവൂല. ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ, നന്മ കൊണ്ടാണ് നിങ്ങൾ പ്രതിരോധിക്കേണ്ടത്. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം, ശത്രുവെപ്പോലും ഉറ്റമിത്രമാക്കി മാറ്റുവാനുള്ള കഴിവ് നിങ്ങളുടെ പ്രതികരണത്തിനുണ്ട്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉപദേശം നേരത്തെ ഞാൻ അനുസ്മരിപ്പിച്ചത്. ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നിന്റെ സഹോദരനെ പ്രസന്നവദനായി പുഞ്ചിരിക്കുന്നത് പോലും പുണ്യമാണ്, അതിലൊരു മനഃശാസ്ത്രമുണ്ട് എന്ന് പറഞ്ഞത് അതാണ്. അപ്പൊ ഈ രൂപത്തിൽ രക്ഷിതാക്കളായിരുന്നാലും കുട്ടികളായിരുന്നാലും അധ്യാപകരായിരുന്നാലും പൊതുപ്രവർത്തകരായിരുന്നാലും മതപ്രഭാഷകന്മാരായിരുന്നാലും ദായിമാരായിരുന്നാലും അവർക്കെല്ലാം മനുഷ്യന്റെ മനസ്സിനെക്കുറിച്ച് ഖുർആൻ അവതരിപ്പിച്ച കാര്യങ്ങൾ വിലയിരുത്തുവാനും ആ മനസ്സിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനും കഴിഞ്ഞാൽ ഈ ലോകം എത്ര സുന്ദരായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നല്ലൊരു ക്ലാസ് നമുക്കിവിടെ കിട്ടി. ഇബ്നു അഹമ്മദിന് ക്ലാസ് റൂമിന്റെ നന്ദി അറിയിക്കുകയാണ്. ഇനി അടുത്തത് നമ്മുടെ അബൂ റസീലിന്റെ ക്ലാസ് ആണ്, തജ്വീദ് ക്ലാസ് ആണ് വരാനുള്ളത്. ഒരു 5 മിനിറ്റ് സമയം കൂടി ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാവുന്നതാണ്. അബൂ റസീൽ എത്തിയിട്ടുണ്ടോ? അബൂ റസീൽ എത്തിയിട്ടുണ്ടെങ്കിൽ തുടങ്ങും ചെയ്യാം. അതിനിടയ്ക്ക് ഓക്കെ അബൂ റസീൽ ഉസ്താദ് ഉണ്ട്. ആർക്കും സംസാരിക്കാനൊന്നും ഇല്ലെങ്കിൽ നേരെ ക്ലാസ് തന്നെ തുടങ്ങല്ലേ. ഇനി 3 മിനിറ്റേ ഉള്ളൂ.
5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഓക്കെ 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 ഓക്കെ. അബു സാഹിബിനൊന്നും പറയല്ലേ? എന്നാലും ഒന്ന് വരും അബു സാഹിബ്. അബു സാഹിബ് പിന്നെ പിന്നെ ക്ലാസിന്റെ എന്താ പറയാ, ക്ലാസ് ജീവൻ വെപ്പിക്കാന് അബു നമ്മളെ അബു സാഹിബിനെ പോലെ പറ്റിയ വേറൊരാൾ ഇവിടെ ഇല്ല. ഏതായാലും ഒന്ന് മൈക്കിക്ക് വന്നോളി.